പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ WWE സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. സൂപ്പർ താരമായ ജോൺ സിന അപ്പിയറൻസ് നടത്തുന്ന ഒരു സെഗ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നീട് കൺഫേം ചെയ്തിട്ടുള്ളത് അലിസ്റ്റർ ബ്ലാക്ക് വേഴ്സസ് ട്രൂത്ത് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരമാണ്. അതുപോലെ തന്നെ ടാഗ് ടീം ഡിവിഷനിലെ മത്സരം എന്നോണം കാർമേലെ ഹെയ്സും ദ മിസും ടീം ആയിക്കൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് UK ടൂറിൻ്റെ ഭാഗമായി അയർലൻഡ് എന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടതിന് ശേഷം 2 പോയിന്റുകളാണ് നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയത്. അതിൽ ഒന്നാമത്തേത് വൈറ്റ് 6 എന്ന് പറയുന്ന ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ്. വൈറ്റ് 6 കഴിഞ്ഞ കുറച്ചു മാസങ്ങളായിട്ട് ടാഗ് ടീം ഡിവിഷനിൽ മാത്രം ഒതുങ്ങിക്കിടന്ന് ടാഗ് ടീം ചാമ്പ്യന്മാർ ആയ ഫാക്ഷനാണ്. ഈ ടീമിൻ്റെ തുടക്കത്തിലെ വരവ് എങ്ങനെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ഡാർക്ക് സൈഡ് ഫാക്ഷൻ ആയിരുന്ന ഇവർ പിന്നീട് അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റുകളൊന്നും ചെയ്യാതിരുന്നത് ആരാധകർക്കിടയിൽ വലിയ മടുപ്പുണ്ടാക്കി. ഇനി അങ്ങോട്ട് അവരെ ഡാർക്ക് സൈഡ് രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് മൊത്തത്തിൽ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. ആദ്യം ദ മിസിൻ്റെ ടാഗ് ടീം മത്സരം വീക്ഷിക്കാൻ വേണ്ടി ഡെക്സ്റ്റർ ലൂമിസും ജോ ഗേസിയും കാണികൾക്കിടയിൽ ആ ടാഗ് ടീം ടൈറ്റിലുമായിട്ട് വന്നു നിൽക്കുന്നു. അതുമാത്രമല്ല എറിക് റോവൻ MFT എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് വീക്ഷിക്കുന്നതായിട്ടും അവർ കാണിച്ചിട്ടുണ്ട്. അവിടെ ടോള ടോങ്ക എന്ന് പറയുന്ന റെസ്ലറിൻ്റെ ഒരു ശ്രദ്ധ എറിക് റോവിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കിടയിലെ ഒരു ശത്രുത വരാൻ സാധ്യത ഉണ്ടെന്ന് ഇൻഡയറക്റ്റ് അവിടെ സൂചിപ്പിച്ചു പോകുന്നു. കൂടാതെ ടിഫനി സ്ട്രാറ്റനും കിയാന ജെയിംസും തമ്മിലുള്ള ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കിയാന ജെയിംസിൻ്റെ പിറകിൽ ട്രക്കിൻ്റെ ഉള്ളിലായിട്ട് നിക്കി ക്രോസിനെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല ഈ വൈറ്റ് 6ൻ്റെ ലീഡറായ അങ്കിൾ ഹൗഡി എന്ന ക്യാരക്ടർ ബോ ഡാലസ് ദ മിസിൻ്റെ തന്നെ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസുമായിട്ടുള്ള ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന സെഗ്മെൻറ്റിൽ ഇവരെ വീക്ഷിക്കുന്നതായിട്ടും കാണിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് 6ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കൊടുത്തിരുന്ന പ്രസൻറ്റേഷൻ രീതിയിൽ നിന്ന് ഇനി അങ്ങോട്ട് വ്യത്യാസം വരാൻ പോകുന്നു. ബ്രൈവൈറ്റിൻ്റെ സെഗ്മെൻറ്റിൽ ബ്രൈവൈറ്റ് എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ അനിയൻ ബോ ഡാലസിൻ്റെ ഈ സ്റ്റോറിയിലൂടെ അവർ നമുക്ക് മുന്നിലേക്ക് സമ്മാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ട ഏക പോസിറ്റീവായിട്ടുള്ള സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് എന്നാണ് എനിക്ക് തുടക്കത്തിലെ പങ്കുവെക്കാനുള്ളത്. ഇനി ഓവറോൾ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ച് പങ്കുവെക്കുന്ന ഒരു അഭിപ്രായത്തിലേക്ക് വരാം. WWE നാശം തുടങ്ങി എന്നുള്ളൊരു ക്യാപ്ഷനാണ് തംബ്നെയിലിലും അതുപോലെ തന്നെ വീഡിയോയുടെ ക്യാപ്ഷനുമായിട്ട് ഞാൻ കൊടുത്ത ഒരു വാചകം. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വാചകം കൊടുത്തു എന്നുള്ളത് നിങ്ങളിൽ പല കൂട്ടുകാർക്കും സംശയമുണ്ടായേക്കും. ഈ വീഡിയോ നിങ്ങളിൽ പല കൂട്ടുകാരും ക്ലിക്ക് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ വാചകം കണ്ടിട്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ ഒരു പോയിന്റിലേക്ക് വരാം. അതിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ മുൻനിർത്തിക്കൊണ്ടാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് നിങ്ങളിൽ എത്ര കൂട്ടുകാർ ലൈവായി കണ്ടു എന്ന് അറിയില്ല. ഇനി ലൈവ് കണ്ട കൂട്ടുകാരോട് ചോദിച്ചാൽ അവർക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാകുള്ളൂ. ബോറായിട്ടുള്ള ഒരു സ്മാക്ഡൗൺ എപ്പിസോഡായിരുന്നു. അപ്പോൾ ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് നമുക്ക് മുന്നിലേക്ക് ഒരു ഉദാഹരണമാണ് നൽകുന്നത്. അതായത് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ എപ്പിസോഡ്സ് ഇങ്ങനെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. പരസ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന, മത്സരങ്ങൾക്കോ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റിനോ മുൻഗണന കൊടുക്കാത്ത എപ്പിസോഡ്സ് ആയിരിക്കും ഭാവിയിൽ അവർ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുന്ന ഒരു സ്മാക്ഡൗൺ എപ്പിസോഡ് കൂടി കടന്നുപോയിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ലൈനുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ കാരണം സൂപ്പർ താരങ്ങളെ ആരെയും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജോൺ സിന, റാൻഡി ഓർട്ടൺ മുതലായ സ്മാക്ഡൗൺ ബ്രാൻഡിലെ റെസ്ലേഴ്സിനെ ആരെയും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സൂപ്പർ താരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ആരാധകർക്ക് സ്റ്റോറി ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മിഡ് കാർഡ് റെസ്ലേഴ്സിന് പരിഗണന സ്റ്റോറി ലൈനുകളിൽ പൊതുവെ WWE കുറച്ചേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ മത്സരങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സ്റ്റോറി ഉണ്ടാകില്ല, മത്സരങ്ങൾക്കും സെഗ്മെൻറ്റുകൾക്കും. അപ്പോൾ അത്തരത്തിലുള്ള താരങ്ങളെ വെച്ചിട്ട് ഇനി വരാൻ പോകുന്ന ഭാവിയിലെ എപ്പിസോഡ്സ് ഇങ്ങനെയായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അവർ നൽകിയിട്ടുള്ളത്. 2026 പകുതിയൊക്കെ ആകുമ്പോഴേക്കും റാൻഡി ഓർട്ടനൊക്കെ റിട്ടയർമെൻറ്റ് ഡേറ്റൊക്കെ ഏകദേശം കൺഫേം ചെയ്ത് പറയാൻ സാധ്യതയുണ്ട്. റോമൻ റീൻസൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോളിവുഡിലേക്കുള്ള പോക്ക് ഏകദേശം ഉറപ്പാക്കി വെച്ചിട്ടുണ്ട്. ജോൺസിനെ 2025 ഡിസംബർ മാസത്തോടു കൂടി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കും. ബാക്കിയുള്ള താരങ്ങൾ ഇപ്പോൾ റെയ് മിസ്റ്റീരിയോ ആയാലും ബ്രോക്ക് ലെസ്നർ
ലെസ്നർ ആയാലും അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അവരുടെ റിട്ടയർമെൻറ്റിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ റിട്ടയർമെൻറ്റ് മാച്ച് ഒരു വർഷമോ അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിലോ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ളിൽ വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമേ അവർ കളിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നേരിടുന്ന ഒരു കമ്പനി ഭാവിയിലേക്കുള്ള താരങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല സ്റ്റോറി ലൈനുകൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം പരസ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്ന മത്സരങ്ങൾ കൊടുത്ത് ഒരു 2 മണിക്കൂർ ഷോ ഫിൽ ചെയ്ത് കൊണ്ടുപോകാനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് WWE പരസ്യങ്ങൾക്ക് മുൻഗണന കൊടുത്ത് അവരുടെ ഷോ ബിസിനസ് പരമായി പ്രോഫിറ്റ് ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. അത് ഒരു കമ്പനി നാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഈ കമ്പനിയുടെ ബേസ് എന്ന് പറയുന്നത് കൃത്യമായ റെസ്ലിങ്ങും അതിനോട് അനുബന്ധിച്ചുള്ള കഥയുമായിരുന്നു. എന്നാൽ ആ ഒരു ഫോക്കസ് അവരിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. അവർ മത്സരങ്ങൾ കാണിക്കുന്നത് പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നതും പരസ്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യുക, സ്റ്റോറി ലൈന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ സെഗ്മെൻറ്റുകൾ ചെയ്യുക എന്നുള്ള ആ ഒരു അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി കമ്പനിയുടെ പോക്ക് ഇതിൻ്റെ ഒരു അവസാനത്തിലേക്കാണ്. അതായത് ആരാധകർ പിന്തുണ നൽകാത്ത, ആരാധകർ ആരും ലൈവ് ഓഡിയൻസ് ആയിട്ട് വരാത്ത എപ്പിസോഡ്സ് ആയിരിക്കും ഭാവിയിൽ വരാൻ പോകുന്നത്. ഇനി ഇങ്ങനെയുള്ള എപ്പിസോഡ്സ് ആയിരിക്കും നമുക്ക് മുന്നിലേക്ക് അവർ കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് കണ്ടതിന് ശേഷം ഓവറോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.